നമുക്ക് ആശുപത്രികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആശുപത്രികളിൽ ബന്ധുക്കളെ തേടി ആളുകൾ എത്തുന്ന കാഴ്ച വ്യാപകമാണ്. ഒരുപാട് ആളുകളാണ് ബന്ധുക്കളെ തേടി എത്തുന്നത്. നിഖിൽ കൂടി ചേരുന്നു. നിഖിൽ, അവിടെയുള്ള വിവരങ്ങൾ. റുജീഷ്, അതുതന്നെയാണ്. തങ്ങളുടെ ബന്ധുക്കളെ തേടി നിരവധി പേർ ഇപ്പോൾ ഈ ഒരു ആശുപത്രിയിലേക്കും മറ്റ് ക്യാമ്പുകളിലേക്കും ഒക്കെ എത്തുന്നുണ്ട്. അത്തരത്തിലൊരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ, ആരെക്കുറിച്ചാണ് ഇപ്പോൾ വിവരമില്ലാത്തത്? എൻ്റെ വൈഫും രണ്ടാമത്തെ മോനും വൈഫിൻ്റെ ചേച്ചിയുടെ മോനും പിന്നെ എൻ്റെ അനിയൻ്റെ 2 മക്കളും. അവർ ഏത് മേഖലയിലായിരുന്നു വീട്? മുണ്ടക്കൈ പറഞ്ഞ സ്ഥലത്ത് സ്കൂൾ റോഡിലാണ്, പുഴയോരത്താണ്, പാടിയാണ്, കോട്ടേഴ്സാണ്. മറ്റേ ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ അതിലാണ് താമസം. ഇന്നലെ ഞാൻ രാത്രി 11 മണിയാകുമ്പോൾ എടുത്തതാണ്. പിന്നെ സംസാരിച്ച് വെച്ച് കിടന്നു. പിന്നെ 2 മണിക്കാണ് ഞാൻ അറിയുന്നത്. 2 മണിക്കാണ് ചേട്ടനെ അപകടം വരാറുണ്ട്. ചേട്ടൻ വീട്ടിലുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ഉണ്ടായിരുന്നില്ല. എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ഞാൻ അറിയുന്നത്. ഇതുവരെ എൻ്റെ വൈഫിൻ്റെയും മോൻ്റെയും ആരും കിട്ടിയിട്ടില്ല. മൂത്ത മോൻ്റെ മാത്രം ബോഡി അവനെ കിട്ടി. മൂത്ത മകൻ ചികിത്സയിലാണല്ലേ? ചികിത്സയിലാണ്. എവിടെയുള്ളത് ഇപ്പോൾ? വിംസിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. പരുക്കുണ്ടോ? കാര്യമായ പരുക്കുണ്ടോ? അവന് ചെവിൻ്റെ ഉള്ളിൽ പൊട്ടുണ്ട്, പിന്നെ തല പൊട്ടുണ്ട്, പിന്നെ ശരീരം മൊത്തം പാറയിൽ അവിടെ ഇവിടെയൊക്കെ ഇടിച്ചിട്ട് മൊത്തം പരുക്കാണ്. ഏതായാലും അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള വിവരം നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ. നിഖിൽ, ആ മകനോട് സംസാരിക്കാനായിട്ടുണ്ടോ എന്ന് ചോദിക്കാമോ? മകനോട് സംസാരിക്കാൻ പറ്റുമോ? എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും മകനോട് സംസാരിക്കാൻ പറ്റുമോ? അവിടെ സംസാരിക്കാൻ പറ്റും. പതുക്കെ സംസാരിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്നാലും അവൻ മമ്മി എന്നാണ് ചോദിക്കണത് എന്നോട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തെരഞ്ഞി ക്യാമ്പിലും ഈ ബോഡി വരുന്നവിടെയൊക്കെ വന്നത്. ഞാൻ 2 ക്യാമ്പിൽ ഇപ്പോൾ വന്നു. ആ ബോഡി ഉള്ള അവിടെയും പോയി നോക്കി. സംശയത്തിലൊരു ബോഡി വേറെ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ എൻ്റെ വൈഫല്ല. അതല്ല എന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അവൻ മമ്മി പറഞ്ഞ കാര്യമാണ്. ഉണ്ടാവും ചേട്ടാ. നമുക്ക് ഈ ക്യാമ്പുകളിലോ മറ്റൊരു ക്യാമ്പും ആശുപത്രികളൊക്കെ ഉണ്ട്, അവിടെ ഉണ്ടാവുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റുജീഷ്, തീർച്ചയായും നമുക്ക് അങ്ങനെ അവരുടെ വിഷമങ്ങളാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ആ മകനോട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല. മകൻ ചികിത്സയിലാണെന്നുള്ളതാണ്. നമ്മൾ ഏതായാലും ഇവരുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ഇവർ തന്നിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്ക്രീനിലടക്കം കാണിക്കാമെന്നാണ് കരുതുന്നത്. അല്പസമയത്തിനകം ആ ഫോട്ടോ അടക്കം നമുക്ക് കാണിക്കാൻ പറ്റും. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇങ്ങനെ തങ്ങളുടെ ബന്ധുക്കളെയൊക്കെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അവരെല്ലാവരും ഈ ആശുപത്രികളിലും മറ്റുമായി പരിശോധനകൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ക്യാമ്പിൽ തന്നെ 536ഓളം ആളുകൾ ഇപ്പോൾ ഈ ക്യാമ്പിലുണ്ട്. ഒപ്പം സെൻറ് മേരീസ് സ്കൂളിലും സമാന രീതിയിൽ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട്.